ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം ഇന്ന് ഒരുപാടധികം മാറ്റങ്ങളിലൂടെ കടന്നുപോയി. വികാരങ്ങളില്ലാത്ത, മനസാക്ഷിയില്ലാത്ത ഒരു പുത്തൻ തലമുറയിൽപ്പെട്ടവരുടെ സ്വഭാവ വൈകൃതത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായത് എത്രയോ നിഷ്കളങ്കരായ പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ്. പേടിയുണ്ട് ഇവിടെ. എന്നെ ആർക്കും ഇഷ്ടമല്ല. മരണമല്ലാതെ വേറൊരു വഴി എനിക്കില്ല. അതിനുശേഷമെങ്കിലും ഇവരെല്ലാം എന്നെ സ്നേഹിക്കും. മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ രൂക്ഷമായ ആരോപണം ഉയർത്തി കുട്ടിയുടെ കുടുംബം. മരിച്ച മിഹിർ മുഹമ്മദ് കടുത്ത ശാരീരിക പീഡനത്തിനും വർണ്ണവിവേചനത്തിനും ഇരയായെന്നാണ് മിഹിറിന്റെ ആത്മഹത്യ പോലും ആഘോഷമാക്കി മാറ്റിയ അവന്റെ സഹപാഠികൾ. വികസനത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം വലിയൊരു ദുരന്തത്തിലേക്കാണ് ഈ തലമുറ കാരണം വഴിമാറിപ്പോകുന്നത്. കോപ്പിയടിച്ചു പിടിച്ചാൽ പോലും പരീക്ഷ എഴുതാതെ മാറ്റി നിർത്തുന്ന കാലഘട്ടത്തിലും 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷഹബാസ് എന്ന പയ്യനെ നെഞ്ചക്കും മറ്റായുധങ്ങൾ കൊണ്ടും തലയ്ക്കടിക്കുകയും തലയൊട്ടി പൊട്ടിയതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഇതിന് കാരണക്കാരായ 5 വിദ്യാർത്ഥികൾക്കും പോലീസ്
സംരക്ഷണത്തിൽ പരീക്ഷ എഴുതാൻ സാധിച്ചു. മാറ്റേണ്ടത് നമ്മുടെ ജുവനൈൽ നിയമങ്ങൾ തന്നെ. തോളോട് തോൾ ചേർന്ന് കൈപിടിച്ച് നടക്കേണ്ട പുതിയ തലമുറ ഇന്ന് വഴിതെറ്റി എങ്ങോട്ടാണ്?